നമസ്കാരം. ജനുവരിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ പരസ്പരം താരിഫ് യുദ്ധത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ വ്യാപാര യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കോളടിക്കാൻ പോകുന്നതാകട്ടെ നമ്മുടെ ഇന്ത്യക്കും. സാമ്പത്തിക വിദഗ്ധരുടെ ഈ കണക്കുകൂട്ടൽ പ്രകാരം ഇന്ത്യക്ക് മുമ്പിൽ ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നത് മികച്ച ഒരു അവസരം തന്നെയാണ്. സംഭവം വിശദമാക്കാം. അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ശക്തി പ്രാപിക്കുന്ന ഈ ഒരു സമയത്ത് ഇന്ത്യക്ക് ഇതിലൂടെ നിരവധി നേട്ടങ്ങൾ കൈവരിക്കാമെന്ന നിലപാടുമായി സാമ്പത്തിക മേഖലയിലെ വിദഗ്ധർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യാപാര മേഖലയിലെ ചൈനയുടെ തിരിച്ചടി പരമാവധി മുതലെടുക്കാൻ സാധിക്കുന്ന രാജ്യം ഇന്ത്യയാണ് എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ശക്തിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യക്ക് നേട്ടം കൊയ്യാമെന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. അതായത് ചൈനീസ് ഇറക്കുമതിക്ക് 245% വരെ പുതിയ തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചതോടെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര സംഘർഷം അയവില്ലാതെ തന്നെ തുടരുകയാണ്. അമേരിക്കയ്ക്ക് വഴങ്ങില്ലെന്നും തിരിച്ചടിക്കുമെന്നും ചൈന നേരത്തെ തന്നെ ആണയിട്ട് പറഞ്ഞിരുന്നു. ഈ നിലപാടാണ് അമേരിക്കയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ എടുത്ത നിലപാടിൽ നിന്നും പിന്നോട്ട് പോകാത്ത നയമാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. പുതിയ വ്യാപാര കരാറുകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ചൈന ഒഴികെ 75-ലധികം രാജ്യങ്ങൾ തയ്യാറായിട്ടുണ്ടെന്നും ഇതിനെ തുടർന്ന് ഇവർക്കെതിരെ ചുമത്തിയ ഉയർന്ന താരിഫുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണെന്നുമാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നത്. അതായത് ചർച്ചയ്ക്കൊരുങ്ങാതെയുള്ള നിലപാട് സ്വീകരിച്ചതാണ് അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നതെന്നാണ് വൈറ്റ് ഹൗസിന്റെ പ്രസ്താവന ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ട്രംപിന്റെ ആഗോള താരിഫുകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ വാണിജ്യ മേഖലയ്ക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ പോസിറ്റീവായ ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതികാര നടപടികളുടെ ഭാഗമായി അമേരിക്കൻ സർക്കാർ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് 245% നികുതിയാണ് ചുമത്തിയിരിക്കുന്നത്. നേരത്തെ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അമേരിക്ക 145% തീരുവ ഏർപ്പെടുത്തിയ സമയത്ത് ചൈന ശക്തമായി തിരിച്ചടിക്കാൻ തുടങ്ങിയിരുന്നു. അമേരിക്കയിലെ ബോയിങ് കമ്പനിയിൽ നിന്ന് വിമാനങ്ങൾ വാങ്ങരുതെന്ന് ചൈനീസ് സർക്കാർ രാജ്യത്തെ വിമാന കമ്പനികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി നടത്താൻ ഏറ്റവും മികച്ച അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആഗോളതലത്തിൽ ട്രംപിന്റെ നിലപാടുകൾ വ്യാപാര മേഖലയ്ക്ക് തിരിച്ചടിയായി എങ്കിലും അത് ഇന്ത്യക്ക് ദോഷം ചെയ്യില്ല, ഗുണമേ വരുത്തൂ എന്ന പ്രതീക്ഷയിൽ ഒട്ടേറെ വിദഗ്ധർ മുമ്പോട്ട് വന്നിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ പലതും ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് അകന്നു പോവുകയാണ്. ചൈനയാകട്ടെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളോടാണ് കൂടുതൽ സൗഹൃദം കാട്ടുന്നതും. ഈ സന്ദർഭത്തിൽ അമേരിക്കയ്ക്ക് വ്യാപാര മേഖലയിൽ ഒരുമിച്ച് പോകാൻ പറ്റിയ ഏക രാജ്യം ഇന്ത്യ തന്നെയാണ് എന്നാണ് കരുതപ്പെടുന്നത്. പുതിയ താരിഫുകളിൽ ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് അമേരിക്ക 90 ദിവസത്തേക്ക് ഇളവും അനുവദിച്ചിരുന്നു. ഇന്ത്യ, വിയറ്റ്നാം, ദക്ഷിണ കൊറിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി കൂടുതൽ ശക്തമായ ബന്ധം സ്ഥാപിക്കാനാണ് അമേരിക്കൻ സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. വസ്ത്രങ്ങൾ, വസ്ത്രനിർമ്മാണവുമായി ബന്ധപ്പെട്ട അനുബന്ധ ഉപകരണങ്ങൾ, രാസവസ്തുക്കൾ, പ്ലാസ്റ്റിക്, റബ്ബർ എന്നിവയുൾപ്പെടെ കുറഞ്ഞതൊരു 10 മേഖലകളിലെങ്കിലും ഇന്ത്യക്ക് അമേരിക്കയുമായി മികച്ച വ്യാപാര ബന്ധം പുലർത്താൻ കഴിയും എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇലക്ട്രോണിക്സ് മേഖലയിൽ അമേരിക്ക ചൈനയിൽ നിന്നാണ് 50%-ഓളം സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതും. ഇത് നിലയ്ക്കുന്നതും ഇന്ത്യക്ക് ഗുണം ചെയ്യും. അതേസമയം വിദഗ്ധ തൊഴിലാളികളുടെ അഭാവവും വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മകളും ഒക്കെ തന്നെ ഇന്ത്യക്കൊരു തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട് എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എങ്കിലും ഇവയൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞാൽ താരിഫ് യുദ്ധത്തിലെ ഏറ്റവും വലിയ വിജയിയായി മാറാൻ എന്തായാലും ഇന്ത്യക്ക് സാധിക്കും എന്ന് തന്നെയാണ് പൊതുവെയുള്ളൊരു പ്രതീക്ഷ. അതേസമയം US താരിഫുകളിൽ ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ആഗോള വ്യാപാര നിയമങ്ങൾ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ച് ലോക വ്യാപാര സംഘടനയിൽ ചൈന അടുത്തിടെ പരാതി നൽകിയിരുന്നു. US പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റതിനു ശേഷം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിൽ നടക്കുന്നത് രൂക്ഷമായ ഒരു താരിഫ് യുദ്ധം തന്നെയാണ്. എന്നാൽ US ചൈന വ്യാപാര യുദ്ധത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് പന്ത് ഇപ്പോൾ ചൈനയുടെ കോർട്ടിലാണ് എന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്ക് മണിക്കൂറുകൾക്കകം 245% നികുതി പ്രഖ്യാപനം വന്നത്. പന്തിപ്പോൾ ചൈനയുടെ കോർട്ടിലാണ്. ഞങ്ങളുമായി വ്യാപാര കരാർ ഉണ്ടാക്കേണ്ടത് അവരുടെ ആവശ്യമാണ്, ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല എന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റ് പറഞ്ഞത്. എന്തായാലും ഇപ്പോഴുള്ള ഈ ഒരു വ്യാപാര യുദ്ധത്തെക്കുറിച്ചും ഇന്ത്യയുടെ നേട്ടങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായും രേഖപ്പെടുത്തൂ. അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.